ഹായ് ഗായ്സ്, വെൽക്കം ടു ഹീരാസ് സ്പ്രിൻ ചാനൽ. അപ്പോൾ ഞാനിന്നൊരു കിടുക്കാച്ചി ഞണ്ട് റോസ്റ്റുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല വലിയ ഞണ്ടായിരുന്നു കേട്ടോ. കുറേ നാളൊക്കെ ഞണ്ടെല്ലാം കറിയൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു സൂപ്പർ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഗൈസ്. അപ്പോൾ ഇതിന് ഞാൻ ഞണ്ടെല്ലാം ആദ്യം തന്നെ ക്ലീനാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ക്ലീനെല്ലാക്കി നമ്മൾ തലേ ദിവസം തന്നെ റെഡിയാക്കി ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്നതാണ്. അപ്പോൾ എൻ്റെ എല്ലാ പൊന്ന് എന്ന് പറയുന്ന സാധനം അങ്ങനെയുള്ള എല്ലാം എടുത്തിട്ടുണ്ട്. കാലെല്ലാം കട്ട് ചെയ്ത് അതിൻ്റെ നടുവിലുള്ള ഭാഗമൊക്കെ രണ്ടായിട്ട് മുറിച്ചൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ക്ലീനാക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പം എൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഒക്കെ നോക്കിയാലും മതി. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ ഒന്നര സവോള എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് വലുതും ഒരു സവോള ചെറുതുമായിരുന്നു. അപ്പോൾ സവോളയൊക്കെ കുനുകുന അരിഞ്ഞിട്ടുണ്ട്. നല്ല ചെറുതായിട്ട് നല്ല തിന്നായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ വേഗം വഴന്നെല്ലാം കിട്ടും. അതിനുശേഷം കുറേ ഞണ്ടുള്ളതുകൊണ്ട് ഒരു വലിയ പാൻ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രം ചൂടായിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ശേഷം കടയൊക്കെ ഇട്ട് പൊട്ടിച്ച് അപ്പോൾ അതിലേക്ക് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് ഇങ്ങനെ ഇടുന്നത്, അതുകൊണ്ടാണ് എല്ലാം കൂടി ഇടാത്തത്. അപ്പം സവോളയൊക്കെ അരിഞ്ഞ് എല്ലാം ഇതിനകത്തോട്ടിട്ട് ഇനി നമുക്കത് ഇളക്കി കൊടുക്കാമായിരുന്നു. അപ്പോഴാണ് ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുനുകുനൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് അത് ഇടാൻ മറന്നുപോയി. അപ്പോൾ അത് നമുക്ക് കടുക് പൊട്ടിയെണ്ണത്തിൽ അല്ലെങ്കിൽ നമുക്കിപ്പോൾ എൻ്റെ നടുക്കിട്ട് ഞാൻ എന്തായാലും ധാരാളം എണ്ണയുണ്ട്. അപ്പോൾ അതിൻ്റെ നടുക്കിൽ ഞാൻ ആ എണ്ണയിലൊക്കെ ഇട്ട് എന്നിട്ട് ആദ്യം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് വഴറ്റിയതിന് ശേഷം ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് വഴറ്റി വന്നിട്ട് എന്തായാലും അതൊക്കെ നല്ലപോലെ എണ്ണയിൽ കിടന്ന് വഴന്നോളൂ. അതൊന്നും ആരും പേടിക്കണ്ട. അതെല്ലാം ഇനി നല്ലപോലെ കിടന്ന് വരളൊക്കെ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞൊക്കെ വെക്കാം. അപ്പോൾ എണ്ണയിൽ നല്ലപോലെ ഇതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പെല്ലാം കൂടുതലായി പോവാതിരുന്നാൽ മതി. നമുക്ക് കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ഇടാം, പക്ഷേ കൂടുതലായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉപ്പെല്ലായിട്ട് എല്ലാം നല്ലപോലെ വഴറ്റി എണ്ണയിൽ കിടന്ന് എല്ലാം നല്ല അടിപൊളിയായിട്ട് വഴനുന്നുണ്ട്. അതിന് ശേഷം അതിൻ്റെ നിറമൊക്കെ മാറുമ്പോഴേക്കും നമുക്ക് പൊടി ഇടാനൊക്കെ തുടങ്ങിയാൽ മതി. ഞാൻ നല്ലപോലെ ഇളക്കെല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് തക്കാളിയാണ്. 2-3 തക്കാളി എടുത്തിട്ടുണ്ട്. കുഞ്ഞു തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല കളറുള്ള തക്കാളിയാണ്. അപ്പോൾ അതും കുഞ്ഞായിട്ടൊക്കെ അരിഞ്ഞ് വെച്ച് മൂന്നായിട്ട് കീറി കുഞ്ഞായിട്ടൊക്കെ അരിഞ്ഞെല്ലാം വെച്ചിട്ട് അത് നമ്മൾ ആ വഴന്ന സവോളയിലോട്ടൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് ഇളക്കി വെക്കാം. ഒന്ന് മൂടി വെച്ച് കഴിയുമ്പോഴേക്കും അതെല്ലാം പെട്ടെന്ന് കുക്കായി കിട്ടുന്നതാണ്. തക്കാളി എല്ലാം ഇട്ട് സവോള എല്ലാം നല്ലപോലെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളിടാം. അതിനുശേഷം നമുക്ക് കുറച്ച് മുളക് പൊടി അതെല്ലാം ഞാൻ ഓരോന്നായിട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. എല്ലാം നല്ലപോലെ നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ പൊടിച്ച് വെച്ച ഇതാണ് സ്പെഷ്യലായിട്ടും പൊടിച്ച് വെച്ച് നമ്മുടെ മസാലക്കൂട്ടെല്ലാം മേടിച്ച് ഉണക്കി പൊടിച്ചെടുത്ത മസാല കൂട്ടാണിത്. അപ്പോൾ ആ ഒരു പൊടി നമുക്ക് ഇതിനകത്ത് അതാണ് എൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അത് നല്ലപോലെ ഇട്ട് എല്ലാം ഇനി നമുക്ക് നല്ലപോലെ വഴറ്റി കൊടുക്കാം. പച്ചമണം മാറുന്ന വരെ അല്ലേ, മസാല പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്ന വരെ നമുക്ക് വഴറ്റി നല്ലപോലെ ഉടച്ചെല്ലാം കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇടേണ്ടത് നമ്മൾ ക്ലീനാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഞണ്ടെല്ലാം ഞാൻ നല്ലപോലെ അടിപൊളിയായിട്ട് ക്ലീനൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങളൊക്കെ കളയാട്ടോ. ചിലവരൊന്നും പൊന്നൊന്നും എടുക്കത്തില്ല, പക്ഷേ അതൊക്കെ നല്ല ടേസ്റ്റുള്ള സാധനമൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ മസാലക്കൂട്ടിലോട്ട് നമുക്ക് ഈ ഞണ്ടെല്ലാം കൂടെ ഇടാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കയ്യിൽ ഫോൺ പിടിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്നായിട്ടൊക്കെ ഇടുന്നത്. അങ്ങനെ എല്ലാം നമുക്ക് അങ്ങോട്ട് ഇടാം. ഇനി ഈ മസാല എല്ലാം ഈ ഞണ്ടിൻ്റെ പുറത്തും അകത്തും താഴെ സൈഡിലെല്ലാം ആക്കിയിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശേഷം നമുക്ക് ഒരു ചെറു ചൂടുവെള്ളം ഇതിനോട്ട് നമുക്ക് ഒഴിക്കാവുന്നതാണ്. അപ്പോൾ ഗ്രേവി എന്തായാലും ആവശ്യമുണ്ടാകും, കാരണം ആ വെള്ളത്തിലും കിടന്ന് ആവിയിലൊക്കെ നല്ലപോലെ മൂടിയെല്ലാം വെച്ച് കഴിയുമ്പം നല്ലപോലെ അതിൻ്റെ സത്തെല്ലാം നല്ലപോലെ ഇറങ്ങും. അപ്പോൾ ആ ഒരു ഗ്രേവിയിൽ ഈ ഒരു ഞണ്ടിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കരമായിരിക്കും. അപ്പോൾ വെള്ളമെല്ലാം ഒഴിച്ചിട്ട് ഞാൻ നല്ലപോലെ മൂടി വെച്ചു. തിളച്ചിട്ടുണ്ട്. ഒന്ന് തിള വന്നപ്പോഴേക്കും ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ടാണ് കേട്ടോ. കുരുമുളക് പൊടി അപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഞണ്ട് റോസ്റ്റാണിത്. കുരുമുളക് പൊടിയെല്ലാം ഇട്ടു. പിന്നെയും മൂടിയെല്ലാം വെച്ചു. ആ വെള്ളത്തിലൊക്കെ കിടന്ന് നല്ലപോലെ ഒന്ന് വെന്ത് വറ്റി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഞണ്ട് റോസ്റ്റ്, ചൂടുള്ള ഞണ്ട്
റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക.